ഡിസ്കസ് ചെയ്യുന്നത് കട്ട് ഓഫും അതുപോലെ തന്നെ നമ്മുടെ ഈ വേക്കൻസിയുമാണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിലും നമ്മൾ എഗെയിൻ ഞാൻ പറയുവാണ് ഇത് രണ്ടും മാത്രമല്ല ഫാക്ടർ എന്ന് പറഞ്ഞ്. ഹായ്, വെൽക്കം ടു എൻട്രിയ. നമ്മുടെ RRB NTPC എക്സാംസിന് നോട്ടിഫിക്കേഷൻസ് വന്നു. നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. നമ്മുടെ ഗ്രാജുവേറ്റും അണ്ടർ ഗ്രാജുവേറ്റും നമുക്ക് ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി ഉള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്നതും അതുപോലെ വെറും +2 ക്വാളിഫിക്കേഷൻ വെച്ച് മാത്രം ഒരു ഗവൺമെന്റ് ജോബ് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ആ ഒരു +2 ക്വാളിഫിക്കേഷൻ വെച്ച് മാത്രം എഴുതാൻ പറ്റുന്ന നമ്മുടെ ഈ പറയുന്ന റെയിൽവേ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന റെയിൽവേയിലേക്കുള്ള എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ നമുക്കിപ്പം വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് നോട്ടിഫിക്കേഷൻസ് നമ്മൾ വളരെ നേരത്തെ തന്നെ 6 മാസങ്ങൾക്ക് മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് ഈ നോട്ടിഫിക്കേഷൻസ് എപ്പം വരും, അതിന്റെയൊക്കെ പ്രിപ്പറേഷന് വേണ്ടിയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അടക്കം നമ്മളിങ്ങനെ നമ്മുടെ ചാനലിൽ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോഴും നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അടുത്ത വർഷത്തേക്ക് ഈ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷന് വേണ്ടിയുള്ള ഒരു എക്സാം നടക്കാൻ ഇനിയും നമുക്ക് 5 മാസമെങ്കിലും എടുക്കും. പക്ഷെ ആ ഒരു 5 മാസം നമ്മൾ ഈ പറയുന്ന ഓൾറെഡി നമ്മൾ ഡിസ്കഷൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മൾ ആ ഒരു ഡിസ്കഷൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈവൻ പ്രീവിയസ് ക്വസ്റ്റ്യന്റെ അടക്കം നമ്മുടെ ആ ഒരു ജനറൽ അവയർനെസ് ആയാലും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആയാലും അതുപോലെ നമ്മുടെ റീസണിങ് ആയാലും. അപ്പോൾ ഈ ഒരു RRB NTPC എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻസ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ ഒരു റെയിൽവേയുടെ കലണ്ടർ ഉണ്ട്. ആ കലണ്ടർ അനുസരിച്ച് തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന് ഇപ്പോൾ ഇതിന്റെ രജിസ്ട്രേഷൻ ഓൺഗോയിങ് ആണ്. നമ്മുടെ ആ ഒരു ഗ്രാജുവേറ്റ് ലെവലിന്റെ ഓൾമോസ്റ്റ് ഇപ്പം നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്ന് ഏകദേശം പകുതിത്തോളം ദിവസം ആവാനായി. ആൻഡ് നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ജസ്റ്റ് വന്നേ ഉള്ളൂ, കുറച്ച് ദിവസം ആയതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന്റെയൊക്കെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു നവംബർ 20, 27 ആ ഒരു റേഞ്ചിലാണ്. നമുക്ക് അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഓൾറെഡി കുറെ പേര് അപ്ലൈ ചെയ്ത് കാണും. പക്ഷെ ഇപ്പോഴും ഒരുപാട് പേര് അപ്ലൈ ചെയ്യാതെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്. ചില കൺഫ്യൂഷൻസ് കുറെ പേർക്കുണ്ട്. ദാറ്റ് ഏത് സോൺ അപ്ലൈ ചെയ്യണം. എപ്പോഴും റെയിൽവേയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആണ് ഏത് സോൺ അപ്ലൈ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പോൾ പലരും ആ ഒരു സോണിന്റെ കാര്യം വരുമ്പോഴത്തേന്ന് പലരും ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ ജസ്റ്റ് കൂടുതൽ വേക്കൻസി ഉള്ള ഒരു സ്ഥലം നോക്കി അപ്ലൈ ചെയ്യുമോ, അങ്ങനെയൊക്കെ ആയിരിക്കും പലരും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു RRB NTPC എക്സാംസിന് വേണ്ടിയുള്ള ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ അണ്ടർ ഗ്രാജുവേറ്റ് ആയിക്കോട്ടെ, നമുക്ക് ഇതില് നമ്മുടെ ആ ഒരു പ്രീവിയസ് ഇയർ കട്ട് ഓഫ് എങ്ങനായിരുന്നു ആൻഡ് സോണിന്റെ അനലൈസിസും കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും രണ്ടും അപ്പൊ ആ ഒരു സോണിന്റെ അനലൈസിസ് കൂടിയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഈ സോണിൽ തന്നെ അപ്ലൈ ചെയ്യണം എന്നല്ല ഒരിക്കലും ഇതിൽ പറയാൻ പോകുന്നത്. അത് ആദ്യം തന്നെ ഞാൻ പറയുവാണ്. ബിക്കോസ് നമുക്ക് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല ഇന്ന സോണിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഡാറ്റാസ് മൊത്തം ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ സോൺ ആയിരിക്കും ബെറ്റർ ആൻഡ് ഏതൊക്കെ സോൺ ആയിരിക്കും റിസ്ക് ഉള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. അപ്പൊ ആ കാര്യങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. അത് ഒരിക്കലും ജസ്റ്റ് ഒരു വേക്കൻസിയുടെ ബേസിസിൽ മാത്രമായിരിക്കില്ല. അത് എന്തുകൊണ്ട് എന്നുള്ളത് കൂടി നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബിക്കോസ് ഒരുപാട് പേരും ജസ്റ്റ് വേക്കൻസീസ് മാത്രം നോക്കിയിട്ടാണ് ഇവിടെ നല്ല വേക്കൻസി ഉണ്ട് അപ്പൊ ഇവിടെ അപ്ലൈ ചെയ്തേക്കാം എന്നൊരു ആംഗിളിലാണ് ഒരുപാട് പേര് അപ്ലൈ ചെയ്യുന്നത്. അപ്പം വേക്കൻസി മാത്രം ഒരു ഫാക്ടർ ആയിരിക്കില്ല. ഡെഫിനറ്റ്ലി വേക്കൻസി ഒരു ഫാക്ടറാണ്. പക്ഷേ വേക്കൻസി മാത്രം ഒരു ഫാക്ടർ ആയിരിക്കില്ല. വേക്കൻസി വൺ ഓഫ് ദി ഫാക്ടർ മാത്രമായിരിക്കണം. വേറെയും ഒരുപാട് ക്രൈറ്റീരിയസ് നമ്മൾ നോക്കണം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന സോൺ നല്ലതാണോ, അവിടെ നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണോ എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഇന്ന സോൺ എന്ന് പറയുന്നതിന് പകരം എന്താണ് ഓവറോൾ സോണിന്റെ ഒരു അവസ്ഥ ആൻഡ് അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇനി അപ്ലൈ ചെയ്യാനുള്ളവർക്ക് വേണ്ടി അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആൻഡ് ഓൾറെഡി അപ്ലൈ ചെയ്തവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കും അവർ അപ്ലൈ ചെയ്ത സോണിൽ അവർ എത്രത്തോളം എഫേർട്ട് ഇടണം എന്നുള്ളത് മനസ്സിലാക്കാനും അത് അവരെ ഹെൽപ്പ് ചെയ്യും. സോ വൺസ് അഗൈൻ എല്ലാവരും വെൽക്കം ചെയ്യുന്നു ഈ ഒരു RRB NTPCയുടെ ഈ ഒരു അനലൈസിസ് ആൻഡ് പ്രീവിയസ് കട്ട് ഓഫിന്റെ ഒരു സെഷൻ ആണ് നമ്മൾ കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന രജിസ്ട്രേഷൻ ഈ ഒരു RRB NTPC എക്സാംസിന്റെ രജിസ്ട്രേഷന് വേണ്ടി. അപ്പൊ ആദ്യം തന്നെ RRB NTPC എക്സാംസിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചെന്ന് പറയുവാണെങ്കിൽ നമുക്ക് RRB NTPC നമ്മുടെ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി. ആ നോൺ ടെക്നിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പ്രത്യേകിച്ച് ഇന്ന ഡിഗ്രി വേണമെന്നില്ല. ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് RRB NTPC ഗ്രാജുവേറ്റ് എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് +2 ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, ജസ്റ്റ് +2 പാസ് ആണെങ്കിൽ, അവിടെ ഇന്ന പെർസെന്റേജ് എന്ന് പോലും പറയുന്നില്ല, +2 പാസ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ RRB NTPC അണ്ടർ ഗ്രാജുവേറ്റിന്റെ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഏതൊക്കെ പോസ്റ്റ് ഒക്കെയാണ് വരുന്നത് എന്നുള്ളതും ഓരോ പോസ്റ്റിൽ എന്താണ് ജോബ് പ്രൊഫൈൽ എന്നുള്ളത് അടക്കം നമ്മൾ നേരത്തെ വളരെ ഡീറ്റെയിൽഡ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അറിയണമെന്നുള്ളവർക്ക്, ഇപ്പൊ ഈ ഒരു ഇന്ന പോസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം എന്നുള്ളവർക്ക് ചാനലിൽ ചെന്ന് അവിടെ നിങ്ങൾക്ക് ആ പോസ്റ്റിനെ കുറിച്ചുള്ള മാത്രമുള്ള വീഡിയോസും അവിടെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അറിയണം ഈ പോസ്റ്റിലെ ജോബ് പ്രൊഫൈൽ എന്താ, സാലറി എന്താ എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ചാനലിൽ ചെന്ന് അവിടെ നോക്കിയാൽ മതി. അവിടെ നിങ്ങൾക്ക് ഇതിന്റെ ഓരോ പോസ്റ്റിന്റെയും
വീഡിയോസ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ പോസ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാനും നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഗ്രാജുവൽ ലെവലിന്റെ അണ്ടറിൽ നമുക്ക് വരുന്നിരിക്കുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് സ്റ്റേഷൻ മാസ്റ്റർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ട്രാഫിക് അസിസ്റ്റന്റ്. അപ്പോൾ ആ ട്രാഫിക് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റ് ഈ വട്ടം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത പോസ്റ്റ് കൂടിയാണ്. നമുക്കറിയാം റെയിൽവേയിൽ ഒരുപാട് ഡെവലപ്മെന്റ്സും ഒരുപാട് ട്രാൻസിഷൻസ് എന്താ പറയുക വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് വരുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ റെയിൽവേ സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഇനിയും പുതിയ പുതിയ പോസ്റ്റുകളൊക്കെ വരുന്ന വർഷങ്ങളിലും കാണാൻ പറ്റും. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കുറെ പഴയ പോസ്റ്റുകളൊക്കെ ഓൾറെഡി നമുക്ക് റിമൂവ് ചെയ്തായിരുന്നു. ഇനി പുതിയ പുതിയ പോസ്റ്റുകൾ ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഇതിന്റെ RRB NTPCയുടെ കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് ഒരു 6 മാസം മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഓൾമോസ്റ്റ് ഒരു 1.5 വർഷം മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില പോസ്റ്റുകൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കാണത്തില്ല. അത് ആ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വർഷം ചില നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമ്മുടെ 2019 വിളിച്ച സമയത്ത് എന്തൊക്കെ പോസ്റ്റുകൾ ഉണ്ടായിരുന്നു അതിൽ ചില പോസ്റ്റുകൾ ഇല്ലായിരുന്നു വിളിച്ച സമയത്ത് പറഞ്ഞ പോലെ തന്നെ. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ പുതിയ പോസ്റ്റുകൾ ആഡ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പുതിയ പുതിയ പോസ്റ്റുകൾ ആഡ് ചെയ്ത് തുടങ്ങി ഈ നോട്ടിഫിക്കേഷൻ തൊട്ട്. അപ്പൊ ഇനി വരുന്ന വർഷങ്ങളിലും നമുക്ക് ഈ പുതിയ പോസ്റ്റുകളുടെ വേക്കൻസി കൂടുകയും ആൻഡ് അത് കൂടാതെ ഇനിയും പുതിയ പോസ്റ്റുകൾ നമുക്ക് കാണാനും നമുക്ക് പറ്റും. അത് ഉറപ്പാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രാഫിക് അസിസ്റ്റന്റ് അത് ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്ത പോസ്റ്റാണ്. മെട്രോ അസിസ്റ്റന്റ് എന്നാണ് പേര് കൊടുത്തിരുന്നത്. ഇത് കൂടാതെ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ഇങ്ങനെയുള്ള പോസ്റ്റുകളാണ് നമുക്കവിടെ വരുന്നത്. അപ്പൊ പലപ്പോഴും ചിലപ്പോൾ ഇതിലൊക്കെ ചില പോസ്റ്റുകളെങ്കിലും കാണും. ഇപ്പൊ അക്കൗണ്ട് അസിസ്റ്റന്റ് എന്നൊക്കെ കാണുമ്പോൾ ചിലർക്ക് തോന്നും അക്കൗണ്ടൻസി പഠിച്ചിട്ടുണ്ടായിരിക്കണോ എന്നൊക്കെ തോന്നും. ഇല്ല, അതൊന്നും പഠിച്ചിട്ടുണ്ടായിരിക്കേണ്ട ഒരു നിർബന്ധമില്ല. നിങ്ങളൊരു ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആ പോസ്റ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങൾ അക്കൗണ്ടൻസി തന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കണം അങ്ങനെ ഒന്നും ഇല്ല. അത് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് വെറും +2 ക്വാളിഫിക്കേഷൻ വെച്ച് മാത്രവും നമുക്ക് റെയിൽവേ എക്സാം സെൻട്രൽ ഗവൺമെന്റ് ജോബ് കിട്ടും. അപ്പൊ അതിലേക്ക് വരുമ്പോൾ നമുക്ക് വരുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രെയിൻസ് ക്ലർക്കും ആണ് അവിടെ വരുമ്പം വരുന്ന ആ ഒരു ജോബ്സ് അല്ലെങ്കിൽ നമ്മുടെ പോസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇതിന്റെ അഡ്വർടൈസ്മെന്റ് നമ്പർ എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ആണെങ്കിൽ നമ്മൾ ഇതിന്റെ ഈ വർഷത്തെ 6ാമത്തെ റെയിൽവേയുടെ സൈഡിൽ നിന്നുള്ള 6ാമത്തെ നോട്ടിഫിക്കേഷൻ ആണ് നമ്മുടെ ഇതെന്ന് പറയുന്നത് ഈ ഗ്രാജുവേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ ഒരു സെൻട്രൽ എംപ്ലോയ്മെന്റ് നമ്പർ 06/2025 അതുപോലെ നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് നമ്മുടെ ഈ വർഷത്തെ റെയിൽവേയുടെ സൈഡിൽ നിന്നുള്ള 7ാമത്തെ നോട്ടിഫിക്കേഷൻ ആണ്. സോ സെൻട്രൽ എംപ്ലോയ്മെന്റ് നമ്പർ 7/2025 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് നമുക്ക് ഗ്രാജുവേറ്റ് ആണെങ്കിൽ 5810 വേക്കൻസിയും അണ്ടർ ഗ്രാജുവേറ്റിന് 3058 വേക്കൻസിക്കാണ് വിളിച്ചേക്കുന്നത്. രണ്ടും കൂടി ചേർത്ത് നമുക്ക് ഏകദേശം വിളിച്ചേക്കുന്നത് ഒരു 8,868 വേക്കൻസിക്കാണ് നമുക്ക് വിളിച്ചിരിക്കുന്നത്. 8,868 വേക്കൻസിക്കാണ് വിളിച്ചേക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മുടെ ഇമ്പോർട്ടന്റ് എന്താണ് രജിസ്ട്രേഷൻ ഡേറ്റ്സ് ആണ്. നമ്മുടെ ഗ്രാജുവേറ്റ് ലെവലിലേക്ക് വരുമ്പോൾ രജിസ്ട്രേഷൻ 21 ഒക്ടോബറിന് തുടങ്ങി ആൻഡ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 20th നവംബർ ആണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. സോ എത്രയും വേഗം തന്നെ അപ്ലൈ ചെയ്യുക. ഇനി കുറച്ച് ദിവസങ്ങളേ ബാക്കിയുള്ളൂ. ആൻഡ് +2ലേക്ക് വരുമ്പോൾ നമ്മുടെ ആ ഒരു രജിസ്ട്രേഷൻ 28 ഒക്ടോബറിനാണ് തുടങ്ങി ആൻഡ് 27 നവംബർ വരെ നമുക്ക് സമയമുണ്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി. ഇനി നമുക്ക് ക്വാളിഫിക്കേഷനിലേക്ക് വരുമ്പോൾ ഓൾറെഡി നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി വളരെ ഇമ്പോർട്ടന്റ് ഒരു ഫാക്ടറാണ് ഏജ് ലിമിറ്റ്. നമ്മുടെ ഈ കാണുന്ന ഏജ് ലിമിറ്റ് നമ്മുടെ അൺറിസർവ്ഡിനുള്ള ജനറൽ കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് ആണ്. നമ്മുടെ അൺറിസർവ്ഡ് അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഗ്രാജുവേറ്റ് ലെവൽ പോസ്റ്റുകൾക്ക് 33 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വരുന്നത്. ആൻഡ് നമ്മുടെ അണ്ടർ ഗ്രാജുവേറ്റ് ആണെങ്കിൽ 30 വയസ്സ് വരെ എഴുതാൻ പറ്റും. ആൻഡ് ഇനി നിങ്ങൾ OBC ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 3 വർഷത്തെ റിലാക്സേഷൻ കിട്ടും. എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതിന്റെ കൂടെ നിങ്ങൾക്ക് 3 കൂടി ആഡ് ചെയ്യാം. അതുപോലെ SC ST കാറ്റഗറി വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ റിലാക്സേഷൻ കിട്ടും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന 33ന്റെ കൂടെ നിങ്ങൾക്ക് ഒരു 5 കൂടി ആഡ് ചെയ്ത് 38 എന്നും, അതുപോലെ UG നിങ്ങൾ അണ്ടർ ഗ്രാജുവേറ്റിലാണെങ്കിൽ 30ന്റെ കൂടെ ഒരു 5 കൂടി ആഡ് ചെയ്ത് 35 വയസ്സ് വരെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഇവിടെ വരുന്ന സെലക്ഷൻ പ്രോസസ് നോക്കുകയാണെങ്കിൽ 2 എക്സാംസ് ആണ് വരുന്നത്. CBT 1 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 1ഉം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2 അങ്ങനെ 2 എക്സാംസ് ആണ് വരുന്നത്. അതിനുശേഷം ചില പോസ്റ്റുകൾക്ക് സ്കിൽ ടെസ്റ്റ് ആണ് നമുക്ക് കാണാൻ പറ്റും. അതിൽ ചില പോസ്റ്റുകൾ ടൈപ്പിസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും അവിടെ ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സ്കിൽ ടെസ്റ്റ് എല്ലാ പോസ്റ്റിനും സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കത്തില്ല. ചില പോസ്റ്റുകൾക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സ്കിൽ ടെസ്റ്റും കഴിഞ്ഞ് പിന്നെ നമ്മുടെ യൂഷ്വൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ ആണ് അവിടെ നടക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ ഈ വർഷത്തെ RRB NTPC നോട്ടിഫിക്കേഷനെ കുറിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ സെഷൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് അതുപോലെ സോണിനെ ഒന്ന് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ പോകുന്നത് നമ്മുടെ ഈ പറയുന്ന ഒരുപാട് പേര് ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ വിച്ച് സോൺ ഈസ് ബെറ്റർ, ഏത് സോൺ ആയിരിക്കും നല്ലത് എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഒരിക്കലും നമ്മുടെ ആ ഒരു അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള ഫാക്ടർ എന്ന് പറഞ്ഞാൽ
വേക്കൻസി മാത്രമായിരിക്കില്ല. വേക്കൻസി വൺ ഓഫ് ദി ഫാക്ടർ ആണ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്, ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ വേക്കൻസി കൂടാതെ നമ്മൾ നോക്കേണ്ട വേറെ ചില ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊരു ഫാക്ടറാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. ചില വളരെയധികം വേക്കൻസി ഉള്ള, കഴിഞ്ഞ വർഷം വളരെ അധികം വേക്കൻസി ഉണ്ടായിരുന്ന ചില സ്ഥലങ്ങളിൽ അവിടുത്തെ കട്ട് ഓഫും കൂടുതലായിരുന്നു. അത് പലരും അത് ശ്രദ്ധിക്കുന്നില്ല, ജസ്റ്റ് വേക്കൻസി മാത്രമാണ് നോക്കുന്നത്. പക്ഷെ വളരെ കുറച്ച് വേക്കൻസി ഉണ്ടായിരുന്ന ചില സ്ഥലങ്ങളിൽ പോലും നമ്മുടെ കട്ട് ഓഫ് കുറവായിരുന്നു, ഇൻക്ലൂഡിങ് നമ്മുടെ ട്രിവാൻഡ്രം സോൺ അല്ലെങ്കിൽ തിരുവനന്തപുരം സോണിലടക്കം, RRB തിരുവനന്തപുരം സോണിലടക്കം വേക്കൻസി വളരെ കുറവായിരുന്നു. പക്ഷേ നമുക്ക് അവിടുത്തെ കട്ട് ഓഫും കുറവായിരുന്നു. പക്ഷേ 1000ന്റെ മേളിൽ വേക്കൻസി ഉണ്ടായിരുന്ന ചില സ്ഥലങ്ങളിൽ കട്ട് ഓഫ് തിരുവനന്തപുരത്തിനേക്കാളും 6-7 മാർക്ക് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സ് കൂടി നമ്മളവിടെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഒരുപാട് വേക്കൻസി മാത്രം നോക്കിയിട്ട് അങ്ങ് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. അവിടെ അത്രയും മാത്രം കട്ട് ഓഫ് വരുന്നുണ്ടെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യുന്ന വേക്കൻസി അത്രയും ഉണ്ടായതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സും വളരെ കൂടുതലായിരിക്കും. ഒരുപാട് അടുത്തുള്ള സ്റ്റേറ്റിൽ നിന്നുള്ള കാൻഡിഡേറ്റ്സ് ആ വേക്കൻസി കണ്ടിട്ട് അവിടെ വന്ന് അപ്ലൈ ചെയ്യും. അവിടുത്തെ ആ ഒരു കട്ട് ഓഫ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, കൂടുകയും ചെയ്യും. അപ്പോൾ അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി ഇത് മാത്രമാണോ ഫാക്ടർ? ഒരിക്കലും അല്ല. നമ്മളിപ്പോൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് കട്ട് ഓഫും അതുപോലെ തന്നെ നമ്മുടെ ഈ വേക്കൻസിയും ആണ് ഡിസ്കസ് ചെയ്യുന്നതെങ്കിലും നമ്മൾ എഗെയിൻ ഞാൻ പറയുവാണ്, ഇത് രണ്ടും മാത്രവും അല്ല ഫാക്ടർ എന്ന് പറഞ്ഞ് വേറെയും ചില ഫാക്ടേഴ്സ് ഉണ്ട്. വേറെ എന്ത് ഫാക്ടറാണ് നിങ്ങൾ നോക്കേണ്ടത്? വേറെ ചില ഫാക്ടർ നമുക്കിപ്പോൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് അത് കുറച്ചുകൂടെ പേഴ്സണൽ ലെവലിൽ വരുന്ന ഫാക്ടേഴ്സാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്കറിയാം ഇതിന് കുറേ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഓരോ പോസ്റ്റുകൾക്കും ചില മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അപ്പോൾ ചിലർക്കെങ്കിലും അറിയായിരിക്കും അവർക്ക് ചില പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം സ്റ്റേഷൻ മാസ്റ്റർ ചിലപ്പം നമ്മുടെ ഐസൈറ്റിന്റെ ചില ഇഷ്യൂസ് കാരണം നമുക്ക് അവിടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുന്ന വെച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററിന്റെ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ നമ്മൾ ചിലപ്പം അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് ചിലപ്പോൾ സ്റ്റേഷൻ മാസ്റ്ററിന്റെ വേക്കൻസി ആയിരിക്കും ഏറ്റവും കൂടുതൽ കിടക്കുന്നത്. അപ്പോൾ അവിടുത്തെ വേക്കൻസി കൂടുതലാണെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ സ്റ്റേഷൻ മാസ്റ്ററിന് നമുക്ക് ഈ പറയുന്ന അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ഈ പറയുന്ന സ്റ്റേഷൻ മാസ്റ്ററിന്റെ വേക്കൻസി കൂടി കിടക്കുമായിരിക്കും. അത് കാരണം ഓവറോൾ വേക്കൻസി കൂടുതലായിരിക്കും. നമ്മൾ ആ സോണിൽ കയറി അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കാര്യമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഇല്ല. അപ്പൊ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട ഒരു കാര്യം എന്താ എന്ന് ചോദിച്ചാൽ വളരെ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. നിങ്ങൾ ആദ്യമേ ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് എടുത്ത് നോക്കുക. നമ്മുടെ ആ നോട്ടിഫിക്കേഷനിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള വീഡിയോസും യൂട്യൂബ് ചാനലിൽ പോയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെയും ചെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മോറോവർ നിങ്ങൾ നോട്ടിഫിക്കേഷൻ എടുത്ത് അതിൽ ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിന്റെ ഒരു ടേബിൾ ഉണ്ട്. ആ ടേബിൾ നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് നിങ്ങൾ ആ ടേബിൾ വായിച്ചു നോക്കിയതിന് ശേഷം മനസ്സിലാക്കുക നിങ്ങൾക്ക് ഏതൊക്കെ പോസ്റ്റിന് പറ്റും, ഏതൊക്കെ പോസ്റ്റിന് പറ്റത്തില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതല്ല നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഐ ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും ദാറ്റ് നിങ്ങൾ ആ കാണുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിൽ ഏതൊക്കെയാണ് നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വൺസ് അത് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് വെച്ചോണ്ട്, ചിലർക്ക് എല്ലാ പോസ്റ്റിനും ഓക്കെ ആയിരിക്കും, ചിലർക്ക് ചില പോസ്റ്റുകൾക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഏതൊക്കെയാണോ പറ്റുന്നതെന്നുള്ളത് ആദ്യമേ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. ആ ലിസ്റ്റ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നിങ്ങൾ അടുത്ത് ചെക്ക് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള സ്റ്റേറ്റുകൾ എടുക്കുക. അത് നമുക്ക് ഇപ്പം നോക്കാം. പക്ഷെ ആ സ്റ്റേറ്റുകൾ എടുത്തതിന് ശേഷം അവിടെ നിങ്ങൾക്ക് പറ്റുന്ന പോസ്റ്റുകൾക്ക് വേക്കൻസി നല്ലപോലെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അല്ല ജസ്റ്റ് നമുക്ക് പറ്റാത്ത ഒരു പോസ്റ്റിന് കുറേ വേക്കൻസി കിടപ്പുണ്ട്, നമുക്ക് പറ്റുന്ന പോസ്റ്റുകൾക്ക് വളരെ കുറച്ച് വേക്കൻസിയേ ഉള്ളൂ, പക്ഷെ ഓവറോൾ നോക്കുമ്പോൾ ഒരുപാട് വേക്കൻസി ഉണ്ട്. ആ ഒരു ആംഗിൾ ആയിരിക്കില്ല. നിങ്ങൾക്ക് പറ്റുന്ന പോസ്റ്റുകൾക്ക് ആ സോണുകളിൽ വേക്കൻസീസ് ഉണ്ടോ അത്യാവശ്യം എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ചിലപ്പം ഒട്ടും വളരെ വേക്കൻസി കുറഞ്ഞ ഒരു സ്റ്റേറ്റിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പോസ്റ്റുകൾക്ക് വേക്കൻസീസ് കൂടുതൽ കാണാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഫാക്ടേഴ്സ് അവിടെ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് അതിന്റെ ഫുൾ വേക്കൻസിയുടെ ഒരു വലിയ ടേബിൾ ഉണ്ട്. ആ ടേബിൾ നിങ്ങൾക്ക് അഗൈൻ നോട്ടിഫിക്കേഷന്റെ അവസാനത്തെ പേജുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടാണ് അത് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്ന പോസ്റ്റുകൾക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സോണുകളിൽ ഏതൊക്കെ സോണിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളതെന്നുള്ള ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തെടുക്കുക. ഓക്കെ, ഒരു 5ഓ 6ഓ 7ഓ സോണുകളുടെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തെടുക്കുക. ഓക്കെ, ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് പറ്റുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ആദ്യമേ കണ്ടുപിടിക്കണം. ലൈക്ക് നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് കൂടി നോക്കിയിട്ട്, ബിക്കോസ് നമുക്ക് പറ്റാത്ത പോസ്റ്റൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പിന്നെ അവസാനം നമ്മൾ ഇത്രയും എഫേർട്ട് ഇട്ടിട്ട് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിന്റെ നമ്മുടെ മെഡിക്കൽ ടെസ്റ്റ് വരുന്ന സമയത്ത് അവിടെ നമ്മൾ ഫെയിൽ ആയി പോകുകയാണെങ്കിൽ പിന്നെ കാര്യമില്ല, നമ്മൾ ഇട്ട എഫേർട്ട് എല്ലാം വെറുതെ ആയി പോകും. സോ ആദ്യമേ നിങ്ങൾക്ക് പറ്റുന്ന പോസ്റ്റുകളുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കി എടുക്കുക. അതിനുശേഷം രണ്ടാമത് എന്ത് ചെയ്യുക, നിങ്ങൾ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള സോണുകൾ എടുത്തിട്ട് അതിൽ ഒരു 10 തൊട്ട് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള ഒരു 10ഓളം സോണുകൾ എടുത്തിട്ട് ആ 10ഓളം സോണുകളിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ വേക്കൻസീസ് ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പറ്റുന്ന പോസ്റ്റുകൾക്ക് അവിടെ ഏതൊക്കെ സോണിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളതെന്ന് നോക്കുക. നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള സോണുകൾ മാത്രം നോക്കല്ല, നിങ്ങളുടെ അടുത്തുള്ള, നിങ്ങൾ ഏത് സ്റ്റേറ്റിലാണ്, ഇപ്പോൾ കേരളമാണ്, നമ്മൾ കേരളത്തിന്റെ അടുത്തുള്ള സ്റ്റേറ്റുകളിൽ ചിലപ്പോൾ ഈവൻ വേക്കൻസി കുറവാണെങ്കിലും, നമ്മുടെ ഇൻക്ലൂഡിങ് തിരുവനന്തപുരം സോണിൽ ചിലപ്പോൾ വേക്കൻസി കുറവാണെങ്കിൽ പോലും തിരുവനന്തപുരം സോണും ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പറ്റുന്ന പോസ്റ്റിന് ചിലപ്പോൾ നല്ല വേക്കൻസി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പോസ്റ്റുകളുടെ ഒരു ലിസ്റ്റും അതിനുശേഷം ആ സോണുകളുടെ ലിസ്റ്റും ഉണ്ടാക്കിയിട്ട് ആ സോണുകളിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ
വേക്കൻസി വരുന്ന നിങ്ങളുടെ പോസ്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്ന സോണുകൾ ഏതൊക്കെയാണെന്നുള്ള ഒരു 5-6 സോൺ സെലക്ട് ചെയ്തെടുക്കുക. ആ 5-6 സോൺ സെലക്ട് ചെയ്ത് എടുത്തതിന് ശേഷം ആ സോണുകളുടെ കട്ട് ഓഫ് അനലൈസ് ചെയ്യുക. അത് നമുക്ക് ഇപ്പം ചെയ്യാം. ഓക്കെ, ആ കട്ട് ഓഫ് അനലൈസ് ചെയ്യുക. ആ കട്ട് ഓഫ് അനലൈസ് ചെയ്തതിന് ശേഷം അതിൽ എവിടാണ് ഏറ്റവും കുറവ് കട്ട് ഓഫ് വരുന്നത്, ആ കട്ട് ഓഫ് കൂടി ചെക്ക് ചെയ്തതിന് ശേഷം അത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളെ എക്സാമിന് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യാനും നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിരിക്കണം. ഒരിക്കലും ചുമ്മാ വേക്കൻസി മാത്രം നോക്കിയിട്ട് എവിടെയെങ്കിലും കിട്ടട്ടെ എന്നൊരു ആംഗിൾ ആയിരിക്കില്ല. നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം സോൺ നോക്കിയായിരിക്കണം നിങ്ങൾ സെലക്ടും ചെയ്യേണ്ടത്. ആ കാര്യങ്ങളോട് മൈൻഡ് നിങ്ങളുടെ ഉണ്ടായിരിക്കണം അപ്ലൈ ചെയ്യുന്ന സമയത്ത്. അങ്ങനത്തെ കുറച്ച് പേഴ്സണൽ ഫാക്ടേഴ്സ് കൂടി നിങ്ങളവിടെ കൺസിഡർ ചെയ്യണം. ആ ഒരു റീജിയണൽ ഏരിയ, ആ ഒരു നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന റീജിയണൽ ഏരിയയുടെ കണ്ടീഷൻസും അങ്ങനെയുള്ള കാര്യങ്ങളൂടി നിങ്ങൾക്ക് അനലൈസ് ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾക്ക് ഓക്കെയാണ്, കംഫർട്ടബിൾ ആണെങ്കിൽ അതുകൂടി നോക്കിയിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങൾക്ക് പറ്റുന്ന പോസ്റ്റുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പറ്റുന്ന RRB സോണുകളുടെ ലിസ്റ്റ് ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ പോസ്റ്റുകൾക്ക് വേക്കൻസീസ് കൂടുതൽ ഉള്ളതിൻ്റെ ഒരു 5 തൊട്ട് 7 സോണിന്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് അതിൽ ഏതിലാണ് ഏറ്റവും കുറവ് കട്ട് ഓഫ് വരുന്നത്, ഏറ്റവും കുറവ് കോമ്പറ്റീഷൻ വരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് ആ സോൺ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി നമ്മുടെ കാര്യത്തിലേക്ക് നമുക്ക് പോവാം. അപ്പൊ നമ്മുടെ ആദ്യം നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫും വേക്കൻസി കൂടി ഒന്ന് അനലൈസ് ചെയ്യാൻ പോകാം നമ്മൾ. അപ്പൊ നമ്മുടെ RRB NTPC 2024-25 ലാസ്റ്റ് RRB NTPCയുടെ ആ ഒരു കട്ട് ഓഫ് ആണ് നിങ്ങൾ കാണുന്നത്. CBT 1ന്റെ കട്ട് ഓഫ് ആണ് നിങ്ങൾ കാണുന്നത്. നമുക്കിത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഞാൻ കുറച്ച് ഗ്രീനി മാർക്ക് ചെയ്തിട്ടുണ്ട്, കുറച്ച് റെഡ് ഓർ ഓറഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ചിലത് നമ്മുടെ ഈ പറയുന്നത് ഞാൻ ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല. അതൊരു ന്യൂട്രൽ ആംഗിൾ കീപ്പ് ചെയ്തേക്കാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഗ്രീൻ മാർക്ക് ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. ഗ്രീൻ മാർക്ക് ചെയ്യാനുള്ള റീസൺ എന്താന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഇപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് ഏറ്റവും അവസാനം കാണാൻ പറ്റും വേക്കൻസി കൊടുത്തിട്ടുണ്ട്. ആ വേക്കൻസിനെ ഞാൻ ഒന്ന് അറേഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഏറ്റവും കുറവുള്ളതിന് ഏറ്റവും കൂടുതലുള്ളതിലേക്ക് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കുറവുള്ളത് നമുക്ക് ഈ കാണാൻ പറ്റും മുസഫർപൂർ ആണ് ഏറ്റവും കുറവുള്ളത്. അവിടെ നമുക്ക് ഈ പറഞ്ഞ കട്ട് ഓഫ് എത്രയായിരുന്നു, 74.26 ആയിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് എവിടെയായിരുന്നു നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. ചണ്ഡീഗറിലായിരുന്നു ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വന്നത്. നമുക്ക് ഏകദേശം 80.85, അപ്രോക്സിമേറ്റ്ലി 81 എന്ന് പറയാം. അതിന്റെ ഏറ്റവും കുറവ് കട്ട് ഓഫ് വന്ന ഏത് ഇതിലായിരുന്നു നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മാൾഡേ ആണ് ഏറ്റവും കുറവ് കട്ട് ഓഫ് വന്നത്. നമുക്ക് ഏകദേശം 60 മാർക്ക് അല്ലെങ്കിൽ 60.48 മാർക്കാണ് നമുക്ക് വന്നത്. അപ്പൊ നമ്മുടെ ഒരു കട്ട് ഓഫിന്റെ റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലായി, 60 തൊട്ട് 81. അതാണ് കട്ട് ഓഫിന്റെ റേഞ്ച് കഴിഞ്ഞ വർഷം വന്നത്. അപ്പൊ ഈ വർഷം നമ്മുടെ കട്ട് ഓഫ് ഏകദേശം നമ്മുടെ കട്ട് ഓഫ് ഈ പറയുന്ന റേഞ്ചിന്റെ ഉള്ളിൽ തന്നെ നിൽക്കത്തുള്ളൂ. എന്തുകൊണ്ട്? വേക്കൻസി കുറവല്ല, കട്ട് ഓഫ് കൂടത്തില്ല. കട്ട് ഓഫ് കൂടാൻ സാധ്യതയുണ്ട്. പക്ഷെ വേറൊരു വലിയ ഫാക്ടർ കൂടി ഉണ്ട്. കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണവും കൂടുതലായിരുന്നു. കഴിഞ്ഞ വട്ടം ഏജ് ലിമിറ്റ് നമ്മുടെ കോവിഡ് കാരണം ഈ നോട്ടിഫിക്കേഷൻ വരാൻ ഡിലേ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 3 ഇയർ റിലാക്സേഷൻ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ജനറൽ കാറ്റഗറിക്ക് അടക്കം OBC SC ST എല്ലാ കാറ്റഗറിക്കും 3 വർഷം എക്സ്ട്രാ റിലാക്സേഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്തു, ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന എക്സാംസ് അപ്ലൈ ചെയ്യാൻ പറ്റാതിരുന്ന ആൾക്കാരെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെല്ലാം എഴുതുകയും ചെയ്തായിരുന്നു. പക്ഷേ ഈ വട്ടം എന്തില്ല, ആ വൺ ടൈം ആ ഒരു റിലാക്സേഷൻ ഇല്ല ഈ വട്ടം. ഈ വർഷം നമ്മുടെ സാധാരണ ഏജ് ലിമിറ്റേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എഴുതുന്ന കാൻഡിഡേറ്റ്സിന്റെ എണ്ണം എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. കമ്പയർ ടു ലാസ്റ്റ് ഇയർ വളരെ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ട് വലിയൊരു നമ്പർ പുറത്തു പോവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേന് വേക്കൻസിയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് നേരത്തെ കഴിഞ്ഞ വട്ടം വേക്കൻസി 11,000 12,000 അടുപ്പിച്ചായിരുന്നു. ഈ വട്ടം വേക്കൻസി നമുക്ക് ഈ പറഞ്ഞത് 9,000 അടുപ്പിച്ച ഒരു 2,000-3,000 വേക്കൻസിയുടെ വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം വലിയൊരു നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിന്റെയും വ്യത്യാസം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ കട്ട് ഓഫിൽ വലിയ വ്യത്യാസം പോകത്തില്ല. ഈ ഒരു കട്ട് ഓഫ് റേഞ്ചിൽ തന്നെ ആയിരിക്കും നമ്മുടെ കട്ട് ഓഫ്സ് ഒക്കെ വരാൻ പോകുന്നത്. ഐ മീൻ നമ്മുടെ ഈ പറഞ്ഞ ആ ഒരു മാർക്ക് ഒക്കെ വരാൻ പോകുന്ന ഓരോ സോണിന്റെയും വരാൻ പോകുന്നത്. ഇനി അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഏറ്റവും സേഫ് ആയിട്ടുള്ള സോണുകൾ എന്ന് പറയുന്നത് ഈവൻ നമ്മുടെ വേക്കൻസി 40 ആണെങ്കിൽ പോലും നമ്മുടെ ആ ഒരു സിലിഗുരി എന്ന് പറയുന്ന ആ ഒരു സോണിന്റെ ഈ പറയുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് 69.35 ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 60ഉം 81ന്റെ ഇടയ്ക്ക് വരുന്ന ഒരു നമ്പർ ഏതാ, ഏകദേശം 70 നമുക്ക് നടുക്കെടുക്കാം. ഇപ്പൊ 70 നമ്മൾ നടുക്കെടുത്താൽ പോലും നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ആ 70-നേക്കാളും കുറവാണ് സിലിഗുരി എന്ന് പറയുന്നത്. ഈവൻ വേക്കൻസി കുറവാണെങ്കിൽ പോലും ഇതാണ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ച ചില സോണുകളിൽ വേക്കൻസി വളരെ കുറവായിരിക്കും. പക്ഷെ അവിടെ കോമ്പറ്റീഷനും ഭയങ്കര കുറവായിരിക്കും, കട്ട് ഓഫ് നല്ല കുറവായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന പോസ്റ്റുകൾക്ക് അവിടെ നല്ല വേക്കൻസി ഉണ്ടെങ്കിൽ അതൊരു നല്ല ഓപ്ഷനാണ്. ഈവൻ ദോ വേക്കൻസി കുറവാണെങ്കിൽ പോലും അതാണ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത്. ഇനി നമുക്ക് വേറൊരു നല്ല ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വേക്കൻസി എവിടെയായിരുന്നു, നിങ്ങൾക്ക് അവിടെ ഏറ്റവും താഴേക്ക് വരാം. 1,382 വേക്കൻസി, 1000ന്റെ മേളിൽ വേക്കൻസി ഉണ്ടായിരുന്ന ഒരേ ഒരു സ്റ്റേറ്റേ ഉള്ളായിരുന്നുള്ളൂ. ഏതാണ്? കൊൽക്കത്തയായിരുന്നു അതെന്ന് പറഞ്ഞത്. പക്ഷെ അവിടുത്തെ കട്ട് ഓഫ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, 74 അടുപ്പിച്ചാണ് കട്ട് ഓഫ് വന്നത്. അപ്പൊ ഈവൻ ദോ വേക്കൻസീസ് ആ ഒരു നമുക്ക് കാണുന്ന സിലിഗുരിയുടെ ഏകദേശം എന്താ പറയാ 30-40 ഇരട്ടി വേക്കൻസി ഉണ്ട്. 30-40 ഇരട്ടി വേക്കൻസി.
എന്നിട്ട് പോലും അവിടുത്തെ കട്ട് ഓഫ് എന്തായിരുന്നു? ഈ പറഞ്ഞ 74 വരെ പോയി. അപ്പൊ അവിടെ ഈ പറഞ്ഞ ഇത്രയും വേക്കൻസി ഉണ്ടായിട്ട് പോലും അവിടെ കോമ്പറ്റീഷൻ എന്തായിരുന്നു? വളരെ കൂടുതലായിരുന്നു. ബിക്കോസ് എന്തായിരിക്കും സംഭവിച്ചത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ കൊൽക്കത്തയുടെ അടുത്തുള്ള സ്റ്റേറ്റുകളിൽ നിന്നെല്ലാം കാൻഡിഡേറ്റ്സ് എവിടെ വന്നായിരിക്കും എഴുതിയത്? അവിടെ വന്നായിരിക്കും എഴുതിയത്. സോ വേക്കൻസീസ് കൂടുതലുണ്ടെങ്കിലും കോമ്പറ്റീഷനും വളരെ കൂടുതലായിരുന്നു. അവിടുത്തെ കട്ട് ഓഫ് എന്ത് ചെയ്തു? അതേപോലെ തന്നെ കൂടുകയും ചെയ്തു. പിന്നെ ഓവറോൾ അവിടുത്തെ റീജിയണൽ കട്ട് ഓഫ് അവിടെ കാൻഡിഡേറ്റ്സ് നല്ലപോലെ സ്കോർ ചെയ്യാനും പറ്റി. അങ്ങനത്തെ ഒരു കേസ് കൂടി അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഒരിക്കലും വേക്കൻസി വളരെ കൂടുതലാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവിടെ പോയി പെട്ടെന്ന് അപ്ലൈ ചെയ്യാം എന്നൊരിക്കലും വിചാരിക്കല്ല. അവിടെ അതേപോലെ തന്നെ റിസ്ക് ഫാക്ടേഴ്സും നമുക്ക് വരും എന്നുള്ളത് കൂടി നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സോണുകൾ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകാം. ബാക്കി നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത സോണുകളെ കുറിച്ച് നമുക്ക് പറയുവാണെങ്കിൽ ഈവൻ നമ്മുടെ ഈ പറയുന്ന മാൾഡ നമുക്ക് 60.48 ആണ് നമുക്കുള്ളത്. അത് നമുക്ക് കട്ട് ഓഫ് വന്നത്. നമ്മുടെ റാഞ്ചി എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന 68.27 ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സെക്കന്ദരാബാദ് 70.4 ആയിരുന്നു. ബാംഗ്ലൂർ 67.95 ആയിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ 70 ആണ് ഇതിന്റെ നടുക്ക് വരുന്നെങ്കിൽ അതിനേക്കാളും താഴെ നിൽക്കുന്ന സോണുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് അതിനേക്കാളും താഴെ നിൽക്കുന്നതോ അതിന്റെ അടുത്തായിട്ട് നിൽക്കുന്ന സോണുകൾ. പിന്നെ ഈ മാർക്ക് ചെയ്തേക്കുന്ന കൂടാതെ വേറെ സേഫ് ആയിട്ടുള്ളതുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ട്രിവാൻഡ്രം നോക്കിയേ, നമുക്ക് വേക്കൻസി വെറും 174 ഉള്ളൂ. പക്ഷെ അവിടത്തെയും കട്ട് ഓഫ് 70 മാർക്കേ വന്നിട്ടുള്ളൂ. ഓക്കെ, നമ്മുടെ ഈ പറയുന്ന കൊൽക്കത്തയിൽ ഈ ട്രിവാൻഡ്രത്തിന്റെ ഏകദേശം നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം 9 ഇരട്ടി വേക്കൻസി ഉണ്ടായിരുന്നു. 9-10 ഇരട്ടി അടുപ്പിച്ച് വേക്കൻസി ഉണ്ടായിരുന്നു. പക്ഷെ കട്ട് ഓഫ് എന്നിട്ട് പോലും നമ്മുടെ ട്രിവാൻഡ്രത്തിന്റെ എന്തായിരുന്നു? കുറവായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത്. അതുപോലെ ബാക്കിയുള്ള സോണിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെയും കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള ചില സോണുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മുംബൈ വലിയ കുഴപ്പമില്ല. മുംബൈ നമുക്ക് ഈ പറഞ്ഞ കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരിക്കും പോലും ആയിരിക്കും. പക്ഷെ വേക്കൻസി ഉണ്ട്. കട്ട് ഓഫ് അങ്ങനെ ഭയങ്കരമായിട്ട് കൂടിയിട്ടൊന്നുമില്ല. 72.25 ആണ് കട്ട് ഓഫ് വന്നേക്കുന്നത്. അതേപോലെ ഭുവനേശ്വരും വലിയ കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അവിടെയും ഈ പറഞ്ഞ 72.44 ആണ്. അത്യാവശ്യം വേക്കൻസി അവിടെയും ഉണ്ട്. ഓക്കെ, പക്ഷെ അവിടെയൊക്കെ അത്യാവശ്യം കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. കാൻഡിഡേറ്റ്സിന്റെ എണ്ണം കൂടുതലായിരിക്കും അവിടെ. ഈ പറഞ്ഞ വേക്കൻസിയും കൂടുതലായതുകൊണ്ട് പിന്നെ കട്ട് ഓഫ് ഈ പറഞ്ഞ പോലെ ഒരുപാട് കൂടിയിട്ടില്ല. നമ്മൾ ആ 70യുടെ മുകളിൽ പോയിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരുപാട് കൂടിയിട്ടില്ല. ഓക്കെ, പിന്നെ ഏറ്റവും റിസ്ക് ആയിട്ടുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നമ്മുടെ അഹമ്മദാബാദ് ഈവൻ ദോ കട്ട് ഓഫ് നല്ല വേക്കൻസി ഉണ്ടെങ്കിൽ പോലും കട്ട് ഓഫ് എത്രയായിരുന്നു? ആ 76.22 ആയിരുന്നു. അപ്പൊ അത് അത്യാവശ്യം നല്ലൊരു കട്ട് ഓഫ് ആണ്. അതുപോലെ ചെന്നൈ, ഒരുപാട് പേര് ചെന്നൈ ആണ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഈവൻ ചെന്നൈ ഭയങ്കര വലിയ വേക്കൻസി ഒന്നും ഇല്ല. എന്നാൽ കട്ട് ഓഫ് നോക്കിയാൽ 77 അടുപ്പിച്ചാണ് വന്നേക്കുന്നത്. ഓക്കെ, നമ്മുടെ എന്താ സെക്കൻഡ് ഹയസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലാണ്, ഏകദേശം സെക്കൻഡ് ഹയസ്റ്റ്, ഏകദേശമല്ല ഈവൻ അതെ സെക്കൻഡ് ഹയസ്റ്റ്. അപ്പൊ ഇന്ത്യയിൽ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് കട്ട് ഓഫ് വന്നേക്കുന്നത് ചെന്നൈയാണ്. പക്ഷെ ഒരുപാട് പേര് ചെന്നൈ അപ്ലൈ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ചെന്നൈയിൽ വേക്കൻസി കേരളത്തിനേക്കാളും കൂടുതലാണ്, അടുത്താണ് എന്ന് വിചാരിച്ചുകൊണ്ട്. പക്ഷെ നിങ്ങൾ നോക്കിയേ, നമുക്ക് ആ ഒരു ഓൾ ഇന്ത്യയിൽ തന്നെ സെക്കൻഡ് റിസ്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെന്നൈ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് സോണി അപ്ലൈ ചെയ്താലും ഏറ്റവും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫോക്കസ്. എന്ന് പറഞ്ഞാൽ അവിടെ ഈവൻ ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ ആ ഒരു വേക്കൻസി നമുക്ക് കിട്ടണം എന്നൊരു ആംഗിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് സോണി അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആൻഡ് അങ്ങനെ നോക്കി കഴിഞ്ഞാൽ പിന്നെ ട്രിവാൻഡ്രം ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ കൂടി അവിടെ ഉണ്ടെങ്കിൽ, ഓക്കെ, ഞാൻ നേരത്തെ പോലെ നിങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള പോസ്റ്റുകൾ കൂടി അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യും. ട്രിവാൻഡ്രം അപ്ലൈ ചെയ്താലും ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേറ്റിൽ തന്നെ വർക്ക് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എവിടെ അപ്ലൈ ചെയ്താലും നമ്മൾ നല്ല സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് വിചാരിക്കുന്ന പോസ്റ്റ് തന്നെ നമുക്ക് അവിടെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പലരും ആ ഒരു സേഫ് ആംഗിൾ ആണ് നോക്കുന്നെങ്കിൽ പോലും ഈ കാര്യങ്ങളോട് മൈൻഡ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഗ്രീൻ മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ തന്നെ അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ആ ഗ്രീൻ മാർക്ക് ചെയ്തതിന്റെ പുറത്ത് വന്ന് നോക്കിയാൽ പോലും മുംബൈയും ഭുവനേശ്വരൊക്കെ നല്ല സോൺസ് ആണ്. അപ്ലൈ ചെയ്യാൻ പറ്റും. കോമ്പറ്റീഷൻ ഉണ്ട്, കാൻഡിഡേറ്റ്സിന്റെ എണ്ണം വളരെ കൂടുതലാണ്. പക്ഷേ ഈവൻ ദോ അപ്ലൈ ചെയ്യാൻ പറ്റും, വലിയ കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പം നമ്മൾ കാണാൻ പറ്റും ഏകദേശം നടുക്കായിട്ടാണ് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ളതും റിസ്ക് ആയിട്ടുള്ളതും സ്ഥലങ്ങൾ വരുന്നത്. നമ്മുടെ ഏറ്റവും കുറവും ഏറ്റവും കൂടുതൽ വരുന്ന സ്ഥലങ്ങളിൽ അത് കുറവാണ്. അവിടെ അപ്ലൈ ഏറ്റവും കുറവാണെങ്കിലും പ്രശ്നമാണ്, ഏറ്റവും കൂടുതലാണെങ്കിലും അവിടെ ചില പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നിങ്ങൾക്ക് ഈവൻ ഫ്യൂച്ചർ യൂസിന് നിങ്ങൾക്ക് അത് ആവശ്യം വരും. ഇനി ഈ വർഷത്തേക്ക് വരുന്നു കഴിഞ്ഞാൽ നമ്മുടെ വേക്കൻസീസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കറിയാം കഴിഞ്ഞ വട്ടത്തിനേക്കാളും വേക്കൻസീസ് കുറവാണ്. അപ്പോൾ ഈ വട്ടത്തേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അതൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. എഗെയിൻ ഞാൻ ഇവിടെയും വീണ്ടും ആ ഒരു വേക്കൻസീസിനെ ആ ഒരു ഏറ്റവും കുറവിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളതും കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് വളരെ കൂടുതൽ നിന്ന ചില സോൺസ് നോക്കിക്കഴിഞ്ഞാൽ ചണ്ഡീഗഡ്, ചെന്നൈ നമ്മൾ പറഞ്ഞ പോലെ, അതുപോലെ അഹമ്മദാബാദ്, ഗുവാഹട്ടി ആൻഡ് പ്രയാഗ്രാജ്, ഈ ഒരു 5 സ്ഥലങ്ങളിൽ കട്ട് ഓഫ് വളരെ കൂടുതലായിരുന്നു. ആൻഡ് ഈ വട്ടം വേക്കൻസി ഭയങ്കര കുറവാണ്. നമുക്ക് അവിടെ കാണാൻ പറ്റും. ചെന്നൈക്ക് കഴിഞ്ഞ വട്ടം 450 ഉണ്ടെങ്കിൽ ഈ വട്ടം 187 വേക്കൻസിയേ ഉള്ളൂ. അപ്പോൾ ഈവൻ നേരത്തെ കഴിഞ്ഞ വട്ടം ഉണ്ടായിരുന്ന പകുതി പോലും ഇല്ല. ആൻഡ് നമുക്കറിയാം കഴിഞ്ഞ വട്ടം ഈ പറഞ്ഞ പോലെ കട്ട് ഓഫ് അവിടെ കൂടുതലും ആയിരുന്നു. ഇന്ത്യയിൽ തന്നെ സെക്കൻഡ് ഹയസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ വട്ടം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അവിടെ റിസ്ക് വളരെ കൂടുതലായിരിക്കത്തില്ല ഈ വർഷം. കഴിഞ്ഞ വട്ടത്തെക്കാളും റിസ്ക് കൂടുതലായിരിക്കും ഈ വട്ടം. ഓക്കെ, അപ്പോൾ ഈ ഒരു 5 സോണുകളാണ് കുറച്ച് റിസ്കി ആയിട്ടുള്ള സോണുകൾ നമുക്ക് പറയാം. ഓക്കെ, ഇനി നമ്മുടെ
കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള സോണുകളിലേക്ക് വരുവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരിക്കലും ഈ പറഞ്ഞ കൊൽക്കത്ത വേക്കൻസി കൂടുതലുണ്ട്, കഴിഞ്ഞ വട്ടത്തിന്റെ പകുതി വേക്കൻസി പോലും ഇല്ല. പക്ഷെ അവിടെ വേക്കൻസി കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും കൊൽക്കത്തയ്ക്ക് പോകല്. നമ്മൾ നേരത്തെ പറഞ്ഞ റിസ്ക് അവിടെ ഉണ്ട്. കൊൽക്കത്ത അത്യാവശ്യം നല്ല കട്ട് ഓഫ് ആണ് വരുന്നത്. അപ്പോൾ ഈ വട്ടം വേക്കൻസി കൂടുതലാണ്ട് ഒരുപാട് പേരും അവിടെ പെട്ടെന്ന് ബ്ലൈൻഡ്ലി അവിടെ പോയി അപ്ലൈ ചെയ്യാൻ സാധ്യതയുണ്ട്, അവിടെ പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അവിടെ റിസ്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ അതുപോലെ ബിലാസ്പൂർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് കൂടി ഒന്ന് ബിലാസ്പൂരിന്റെ ഒന്ന് നോക്കിയേക്കാം. ബിലാസ്പൂർ നമുക്ക് കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് വരുവാണെങ്കിൽ ഓക്കെ, ബിലാസ്പൂർ കഴിഞ്ഞ കട്ട് ഓഫ് നമുക്ക് 72.66 ആയിരുന്നു. അത് നമ്മുടെ ഈ പറഞ്ഞ 70 അടുപ്പിച്ചായിരുന്നു. ബിലാസ്പൂർ വലിയ റിസ്ക് ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും പറയാം. വേക്കൻസി കൂടുതലുണ്ട്, ഏറ്റവും കൂടുതൽ വേക്കൻസി ബിലാസ്പൂർ ആണ്. അതിന്റെ വലിയ റിസ്ക് ഇല്ല എന്ന് നമുക്ക് പറയാം. ഇത് കുറച്ച് പേർക്കെങ്കിലും കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സോണാണ് നമുക്ക് പറയാം. ഓക്കെ, പിന്നെ റാഞ്ചി അത് നമുക്ക് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ഓഫ് നോക്കിയിട്ട് നിങ്ങൾക്ക് അതും കൺസിഡർ ചെയ്യാം. ബട്ട് അതർവൈസ് കുറച്ച് സേഫ് ആയിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അജ്മീർ, ഭോപ്പാൽ, സെക്കന്ദരാബാദ്, മാൾഡ ആൻഡ് മുംബൈ. അത്യാവശ്യം കട്ട് ഓഫ് കുറവായിരുന്നു കഴിഞ്ഞ വട്ടം നടന്ന എക്സാം വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ. ആൻഡ് അത്യാവശ്യം വേക്കൻസീസ് ഉള്ള സ്ഥലങ്ങളുമാണ്. പിന്നെ ട്രിവാൻഡ്രം ഒക്കെ നിങ്ങൾക്കറിയാം, വേക്കൻസീസ് ഈ വട്ടം കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ വട്ടം ഉള്ളതിന്റെ 1/3 വേക്കൻസിയേ ഉള്ളൂ. ആൻഡ് ഈ പറഞ്ഞ പോലെ കട്ട് ഓഫ് കഴിഞ്ഞ വട്ടം 70 ആയിരുന്നു. ഈ വട്ടം നമുക്ക് ഈ പറഞ്ഞ പോലെ കട്ട് ഓഫ് ഈ പറഞ്ഞ കഴിഞ്ഞ വർഷത്തെക്കാളും ഒരു ചെറിയ ഏകദേശം കൂടാൻ ഒരുപാടൊന്നും ഇല്ല, 2-3 മാർക്ക് കൂടാൻ സാധ്യതയുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നിങ്ങൾക്ക് വിചാരിക്കുന്ന പോസ്റ്റിന് അവിടെ അത്യാവശ്യം വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ സോൺസ് ഫോക്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ ജസ്റ്റ് നിങ്ങളുടെ ഒരു ഐഡിയക്ക് വേണ്ടിയാണ് ഈ ഒരു കാര്യം കൊണ്ടുവന്നത്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിനെ കുറിച്ച്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് ഇനി എക്സാം ഏകദേശം 5 തൊട്ട് 6 മാസം ഉണ്ട്. കഴിഞ്ഞ വട്ടം എക്സാം ജൂണിലാണ് നടന്നത്. സോ ഈ വട്ടം നമുക്ക് നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ഏകദേശം നമുക്ക് 7 മാസത്തോളം സമയമുണ്ട്. കുറച്ചുകൂടി നേരത്തെ നടന്നാൽ പോലും 5 മാസം സമയമുണ്ട്. സോ നല്ലപോലെ പ്രിപ്പയർ ചെയ്യാനുള്ള സമയമുണ്ട്. ഏറ്റവും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾ എന്താ പറയാ, നമ്മൾ ലേറ്റ് ആയി പോവല്, ഇപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. എക്സാംസിന് അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് നല്ലപോലെ എഴുതാനുള്ള സമയമുണ്ട്. അതിന്റെ ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ നമ്മുടെ എൻട്രിയിലും RRB NTPCക്ക് വേണ്ടി ബാച്ചസ് ഉണ്ട്. അപ്പോൾ അതിന്റെ RRB NTPC സൂപ്പർ 30 ഗോൾഡ് ബാച്ചസ് ഉണ്ട്. നിങ്ങൾക്ക് ആ ബാച്ചസിലേക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അവിടെ നമുക്ക് ലൈവും റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ വരുന്നുണ്ട്. ലൈവ് ക്ലാസ്സസ് ഒക്കെ ഈവനിങ് ആണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വർക്കിംഗ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആണെങ്കിലോ കോളേജിൽ പഠിക്കുന്നവരാണെങ്കിൽ പോലും മിസ് ആവത്തില്ല. റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് കാണാനും പറ്റും. അതുപോലെ തന്നെ കംപ്ലീറ്റ് സിലബസ് കവറേജ്, മെന്റേഴ്സിന്റെ സപ്പോർട്ട്, ഡൗട്ട് ക്ലിയറൻസിന് മെന്റേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അതുപോലെ ഈ ബുക്കുകൾ ഉണ്ടായിരിക്കും. അതുപോലെ മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസും, അതുപോലെ കോർ ടോപ്പിക് ഡിസ്കഷൻസ്, ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്, ഡെയിലി ക്വിസുകൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിരിക്കും അത്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി നിങ്ങൾക്ക് അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു ബാച്ചസിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8714766666 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ സെഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. നിങ്ങൾക്ക് നല്ലപോലെ വരുന്ന എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് ഞാൻ എല്ലാവരെയും വിഷ് ചെയ്യുന്നു. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഇനി മുമ്പോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് വീണ്ടും ഇവിടെ തന്നെ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക്